ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചത് അതിന് ശേഷം ചെയ്യും വിത്ർ നിസ്കരിക്കും. അങ്ങനെ ഒരു പതിവാണ് നമ്മുടെ നാടുകളിൽ അധികവും കണ്ടുവരുന്നത്. എന്നാൽ വിത്ർ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നിസ്കാരമാണ്. കാരണം എന്താണ്? അള്ളാഹു ഏകനാണ്. അള്ളാഹു ഏകനാണ് എന്ന് പറയുന്നത് പോലെ തന്നെ യുഹിബ്ബുൽ വിത്ര, ഒറ്റയെ ഇഷ്ടപ്പെടുന്നവനുമാണ് അള്ളാഹു. വിത്ർ നിസ്കാരം എന്ന് പറയുന്നത് ഒറ്റയാക്കിൽ സുന്നത്തുള്ള നിസ്കാരമാണ്. 11 റക്അത്താണ് ഏറ്റവും കൂടുതൽ നാം നിസ്കരിക്കുകയാണെങ്കിൽ വിത്ർ നിസ്കരിക്കേണ്ടത്. എന്നാൽ അതിന് കഴിയാത്തവർ ഏറ്റവും ചുരുങ്ങിയത് പരിപൂർണതയിൽ നിന്ന് കുറഞ്ഞത് 3 റക്അത്താണ്. അപ്പൊ 2 റക്അത്ത് ആദ്യം നാം നിസ്കരിക്കുന്നു. അതിൽ ഒന്നാമത്തതിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന സൂറത്ത് ഓതും. രണ്ടാമത്തതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതും. അങ്ങനെ സലാം വീട്ടി പിന്നെ അവസാനം 1 റക്അത്ത് നിസ്കരിക്കും. അതിൽ നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ റബ്ബിൽ ഫലക്, ഖുൽ റബ്ബിൻ നാസ് 3 സൂറത്തുകൾ ഓതി നിസ്കരിക്കും. ഇങ്ങനെയാണ് രീതി. ഇനി അതിനും കഴിയാത്തവൻ 1 റക്അത്തെങ്കിലും ജീവിതത്തിൽ അവൻ നിസ്കരിക്കണതാണ്. 1 റക്അത്തെങ്കിലും ദിവസവും അവൻ നിസ്കരിക്കണം. കാരണം എന്താ? ഈ വിത്ർ നിസ്കാരം ഹനഫി വിഭാഗത്തിന്റെ നിർബന്ധമാണ്. 3 റക്അത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്, വാജിബായ നിസ്കാരമാണ്. അവർക്ക് 5 വക്ത് നിസ്കാരത്തിന് പുറമെ വിത്റും കൂടി വാജിബാണ്. അപ്പൊ അവര് സ്ഥിരമായ വിത്ർ നിസ്കരിക്കൽ നിർബന്ധമായ ഒരു നിസ്കാരം, അത്രമാത്രം മഹത്വമുള്ള ഒരു നിസ്കാരമാണ് വിത്ർ നിസ്കാരം എന്ന് പറയുന്നത്. ഇനി തഹജ്ജുദിനോ മറ്റോ നിസ്കരിക്കാൻ വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ ഇമാമിന്റെ കൂടെ 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് അവിടെ ഒന്ന് ഇരിക്കുക. 1 റക്അത്ത് നമുക്ക് ലാസ്റ്റ് പിന്നീട് നിസ്കരിക്കാം എന്ന് വിചാരിച്ച് മാറ്റിവെക്കുക. അങ്ങനെ ലാസ്റ്റ് വിത്ർ അങ്ങനെ നിസ്കരിക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന അറിവുകൾ, വിജ്ഞാനം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടു പോകുന്ന സമ്പത്താണ്. അത് പിന്നീട് പുറക്കിയെടുക്കാൻ കഴിയില്ല. നമ്മൾ നേരിട്ട് മിനൽ കൽബി ഇലൽ കൽബ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്നത് നേരിട്ടാണ്. നമുക്ക് യൂട്യൂബിലും അതുപോലെ ട്വിറ്ററിലും മറ്റുമൊക്കെ നമുക്ക് ഇൽമുകൾ ലഭിക്കും. നമ്മളോട് അടിച്ചുകൊടുത്ത പല ഇൽമുകളാണ്. പക്ഷെ നേരിട്ടുള്ള വിജ്ഞാനം അത് എപ്പോഴും മനസ്സിൽ തറക്കും, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയുന്ന ചില മസലകൾ നമുക്കറിയാവുന്ന മസലകൾ തന്നെയാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ വിട്ടുപോകും. അപ്പൊ അതിനുള്ള ഒരു ഉണർത്തലാണ് ഇങ്ങനെയുള്ള റമദാൻ മാസം പോലത്തെ മാസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ ജ്ഞാനമാണത്. അത് ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാനിൽ വിജ്ഞാനം തേടിക്കൊണ്ട് ഒരു സദസ്സിലേക്ക് നടന്നു പോകുകയാണെങ്കിൽ ഓരോ കാൽപാദം ഇങ്ങനെ എടുത്തു വെക്കുമ്പോഴേക്ക് ഇബാദത്ത് സന, 1 വർഷത്തെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവർക്ക് ലഭിക്കും. 1 കാലെടുത്ത് വെച്ചാൽ രണ്ടാമത് എടുക്കുമ്പോൾ വീണ്ടും 1 വർഷം. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്നത് ഈ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് തറാവീഹ് നിസ്കരിക്കണം, അതിനുശേഷമുള്ള ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കണം എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ അവിടുന്ന് ഇവിടെ എത്തുന്നത് വരെയും ഓരോ ചെരുപ്പടിക്കാലെടുത്ത് വെക്കുമ്പോഴേക്ക് ഇബാദത്ത് സന, 1 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം ലഭിക്കും. ഇത്രമാത്രം മഹത്വമുള്ള ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. എന്നിട്ട് നമ്മൾ അതിനെ അവഗണിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ റമദാൻ നമുക്ക് പ്രതികൂലമായാൽ ആരാണ് ഉത്തരവാദി? നമ്മളല്ലാതെ മറ്റാരുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരം സദസ്സുകളിൽ പങ്കെടുത്ത് വലിയ വിജയികളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. നമ്മൾ വളരെ കുറഞ്ഞ ആയുസ്സുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് മരണപ്പെടുക എന്ന് പറയാൻ പറ്റൂല. ഇന്നിപ്പോ നമ്മുടെ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ പരിചാരകന്മാർ പോത്തിനെ അറച്ചൊക്കെ റെഡിയാക്കി ഇങ്ങനെ ഇരിക്കുക, ഇദ്ദേഹത്തിനെയും കാത്തിട്ട്. പക്ഷേ അള്ളാഹുവിന്റെ അചഞ്ചലമായ വിധിക്കാതെ ആ വിധിക്ക് അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഏറ്റവും നല്ല ദിവസം പരിശുദ്ധ റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. എപ്പോഴാ മരണപ്പെടുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുത്ത് നമ്മൾ ധാരാളം അമലുകൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മിനൽ ലൈലി ഖദ ഔതറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അവ്വലിൽ ലൈലി വ ഔസതിഹി വ ആഖിരിഹി ഫന്തഹ വിത്റുഹു ഇല സഹരി റവാഹുൽ ബുഖാരി വ മുസ്ലിം.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രാത്രികളിലും വിത്ർ നിസ്കരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല മിൻ അവ്വലിൽ ലൈലി, ആദ്യത്തെ രാത്രിയിൽ നബി തങ്ങൾ നിസ്കരിക്കും. വ ഔസതി, പിന്നെ രാത്രിയുടെ പകുതിയാകുമ്പോൾ വീണ്ടും വിത്ർ നിസ്കരിക്കും. മാത്രമല്ല വ ആഖിരിഹി, ആ രാത്രിയുടെ അവസാന സമയമാകുമ്പോൾ വീണ്ടും വിത്ർ നിസ്കരിക്കും. എന്നിട്ടോ ഫന്തഹ വിത്റുഹു ഇല സഹരി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിത്ർ അത് അത്തായ സമയം വരെ, സുബഹിക്ക് തൊട്ട് മുമ്പ് വരെ നീളുമായിരുന്നു എന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ വിത്റിന്റെ മഹത്വം എത്രയാണ്! മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ട നബിയാണല്ലോ. എന്നിട്ടും ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുമായിരുന്നു. എന്നിട്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വിത്റിന്റെ നിസ്കാരത്തിനെ കുറിച്ചുള്ള ഹദീസുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മഹത്വം, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹത്തിന് അബൂ ഹുറൈറ എന്ന സ്ഥാനപ്പേര് കിട്ടിയതാ. പൂച്ചയുടെ പിതാവ് എന്നാണ്. പൂച്ചയെ വളരെ ഇഷ്ടപ്പെടുന്ന മഹാനായിരുന്നു അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി. അങ്ങനെയാണ് അദ്ദേഹത്തിന് അബൂ ഹുറൈറ എന്ന പേര് ലഭിച്ചത്. ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കൂട്ടുകാരൻ എന്നോട് വസിയ്യത്ത് ചെയ്തു, എന്നോട് ഉപദേശം നൽകി. എന്ത്? ബി സലാസിൻ, 3 കാര്യങ്ങൾ കൊണ്ട്. എന്താ അത്? സിയാമി സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹ്രിൻ, എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോക്കണമെന്ന് മുത്തുനബി തങ്ങൾ എന്നോട്, എന്റെ കൂട്ടുകാരൻ, എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് പ്രത്യേകം വസിയ്യത്ത് ചെയ്തു, ഉപദേശം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ മാസത്തിലും 3 ദിവസം നിങ്ങൾ നോമ്പ് നോക്കണം. വറകഅത്തിൽ ളുഹ, അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ളുഹ നിസ്കാരം നിസ്കരിക്കണം. ഏറ്റവും മഹത്തായ ഒരു നിസ്കാരമാണ് ളുഹ. സുബ്ഹി കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം തുടങ്ങി ളുഹർ വരെ നീണ്ടു കിടക്കുന്ന സമയമുണ്ട് ളുഹ നിസ്കാരത്തിന്. 8 റക്അത്ത് നിസ്കാരമാണ് ളുഹ. അതിൽ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. ആ ളുഹ നിസ്കാരം ദിവസവും നീ നിസ്കരിക്കണം. അതുകൊണ്ടുള്ള നേട്ടം എന്താ? 360 ഗണിപ്പുകൾക്കും സന്ധികൾക്കും സ്വതക്ക ചെയ്യണമെന്നാണ്. എന്നാൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 360 രൂപയെങ്കിലും നമ്മൾ സ്വതക്ക ചെയ്യേണ്ടി വരും. എല്ലാ ദിവസവും 360 രൂപ സ്വതക്ക ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയുന്ന പ്രവൃത്തിയല്ല. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയ ഏറ്റവും നല്ല പോയിന്റ്, സൽക്കർമ്മമാണ്, ഏറ്റവും നല്ല ആനുകൂല്യമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ദിവസവും 2 റക്അത്ത് ളുഹ നിസ്കരിക്കുക എന്നതാണത്. അങ്ങനെ ളുഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ 360 സന്ധികൾക്കും സ്വതക്ക ചെയ്തതിന്റെ സമാനമായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻ ഊതിറ ഖബല അൻ അനാമ, റവാഹു ബുഖാരി മുസ്ലിം. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാനും എന്നോട് എന്റെ ഖലീൽ പ്രത്യേകം വസിയ്യത്ത് ചെയ്തു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. കാരണം ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് പറയാൻ കാരണം എന്താ? പല ആളുകളും തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാൻ കഴിയൂല. ഇപ്പൊ നോമ്പ് കാലം ആയതുകൊണ്ട് അത്താഴത്തിന് എണീക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചുണർത്തും എന്തായാലും. അപ്പൊ നമുക്ക് നിസ്കരിക്കാൻ കഴിയും. പക്ഷെ റമദാൻ കഴിഞ്ഞാലോ ഇതേ തഹജ്ജുദ് നിസ്കരിക്കാനും കുഴപ്പമില്ല അവനക്ക്. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം? വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങിയാൽ പിന്നെ അവർ പേടിക്കാനില്ല. അതുകൊണ്ടാണ് അത് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കാൻ എന്റെ ഖലീൽ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നോട് വസിയ്യത്ത് ചെയ്തത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞു നിർത്തട്ടെ. അൻ അബി അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, വിത്ർ നിസ്കാരത്തിലെ റക്അത്തുകളുടെ എണ്ണത്തെ കുറിച്ച് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമീൻ, എല്ലാ മുസ്ലിമിന്റെ മേലും വിത്ർ നിസ്കാരം എന്ന് പറയുന്നത് ബാധ്യതയാണ്, ഹക്കാണ്. അത്രമാത്രം മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. ഫമൻ അഹബ്ബ അൻ യൂതിറ ബി ഖംസിൻ, ഒറ്റയായിക്കൊണ്ട് 5 റക്അത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫല്യഫ്അൽ, അങ്ങനെ അവൻ പ്രവർത്തിക്കട്ടെ. വമൻ അഹബ്ബ അൻ യൂതിറ ബി സലാസിൻ, 3 റക്അത്താണോ വിത്ർ നിസ്കരിക്കാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നതെങ്കിലോ ഫല്യഫ്അൽ, അവൻ അങ്ങനെ പ്രവർത്തിക്കട്ടെ. വമൻ അഹബ്ബ അൻ ഊതിറ, അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ വമൻ അഹബ്ബ അൻ യൂതിറ ബിവാഹിദത്തിൻ, 1 റക്അത്താണ് വിത്ർ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഫല്യഫ്അൽ, റവാഹു അബൂ ദാവൂദ് വന്നസായി.
അതുപോലെ തന്നെ ഒരു റക്അത്താണ് വിത്ർ നിസ്കരിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചതെങ്കിൽ അവൻ അങ്ങനെ നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഏത് സൂറത്താണ് നബിതങ്ങൾ ഓതിയിരുന്നത് എന്നും പറയുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുത്തിറു ബി സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ് റവാഹു നസായി വ അഹ്മദ്. ഇങ്ങനെയായിരുന്നു നബിതങ്ങൾ 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഓതിയിരുന്ന സൂറത്തുകൾ അടക്കം നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുറഞ്ഞത് ഒരു റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കണമെന്നാണ്. ഇനി അതിന് വിത്ർ ഒരു റക്അത്തെങ്കിലും നിസ്കരിക്കണം, അതിന് കഴിയാതിരിക്കരുത്. അത്രമാത്രം മഹത്വമുള്ള ഒരു നിസ്കാരമാണ് വിത്ർ എന്ന് പറയുന്നത്. അത് നാം ഒഴിവാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന്റെ പരിശീലനമാണ് പരിശുദ്ധ റമദാൻ. ഈ റമദാൻ മാസത്തിൽ പരിശീലനം കിട്ടിയിട്ടില്ല, പിന്നെ കിട്ടൂല. അതാണല്ലോ, റമദാനിൽ പരിശീലനം കിട്ടിയാലേ അത് കിട്ടുള്ളൂ, തുടർന്നു പോകുള്ളൂ. അപ്പൊ ആ ആത്മീയ ചൈതന്യം തുടർന്നു കൊണ്ടുപോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നിസ്കരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യും? കൈ കൊണ്ട് ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? 4 ആട്ടാണ് കൈ കൊണ്ട് എന്ത് ചെയ്യണം? ചില ആളുകൾ അറിയാതെ ചെയ്യും, ആട്ടിക്കും. 3 വട്ടം കഴിഞ്ഞാൽ എന്താവും? നിസ്കാരം ബാധിലാവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആട്ടാതിരിക്കാൻ. അതുപോലെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്, സ്വപ്പ് നിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സ്വപ്പിന്റെ അടിയിൽ വിടവുണ്ടാവരുത്. കൊറോണ കാലം വന്നപ്പോ സ്വപ്പിന്റെ അടിയിൽ എല്ലാ വിടവാക്കും. ഓരോ കാലം പോയാൽ അതിനല്ല, സ്വപ്പിന്റെ അടിയിൽ വിടവുണ്ടാകാൻ പാടില്ല. അവിടെ ക്ഷീണം കയറി നിൽക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭിന്നിപ്പും ഐക്യക്കേടും ഉണ്ടാക്കുമെന്ന് മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വപ്പ് നിൽക്കുന്ന സമയത്ത് ഇടയിൽ വിടവില്ലാതെ നിൽക്കാനും ഈ ശരിയായി ഈ രീതിയിൽ തന്നെ നോക്കിക്കൊണ്ടാണ് സ്വപ്പ് നിൽക്കേണ്ടത്. പണ്ടുകാലത്തൊക്കെ നമ്മുടെ പള്ളിയുടെ പുറത്ത് സ്വപ്പ് നിൽക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഓടുണ്ടാവും. അപ്പൊ അതൊന്നുമില്ല, നല്ല പോയി. ഇപ്പൊ സ്വപ്പില്ല, സ്വപ്പ് നിൽക്കേണ്ട രീതിയില്ല. അപ്പോ സ്വപ്പ് നിൽക്കേണ്ട രീതിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാടുകൾ എന്തുണ്ടാകുന്നത്? ഐക്യക്കേടും ഭിന്നിപ്പൊക്കെ വരാൻ തുടങ്ങിയത്. അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് മാറാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നാളെ മുതൽ സ്വപ്പ് കെട്ടുന്ന സമയത്ത് കൃത്യമായി ഇടയിൽ വിടവില്ലാത്ത രീതിയിൽ തന്നെ സ്വപ്പ് കെട്ടാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ കർമ്മമായി സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വല്ലു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദ് വ ആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. وصل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസ് നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോ